ഒരാൾ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ 4 കാരണങ്ങളാണ് ബൗദ്ധികമായി ബുദ്ധിപരമായി ചിന്തിച്ചാൽ 4 കാരണങ്ങളാണ് ഉള്ളത് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ 4 കാരണങ്ങളാണുള്ളത്. ഒന്ന് അൽ ജമാൽ, ഒന്ന് സൗന്ദര്യമാണ്. ഏതൊരു വ്യക്തിയുടെ സൗന്ദര്യം കണ്ടാൽ, അദ്ദേഹത്തിന്റെ മുഖകമലത്തിന്റെ ഭംഗി കണ്ടാൽ, അദ്ദേഹത്തിന്റെ ആകാര വടിവ് കണ്ടാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി സ്വാഭാവികമായും സ്നേഹിച്ചു പോകും. മറ്റൊന്ന് അൽ ഖറാബത്തു, മറ്റൊന്ന് കുടുംബബന്ധമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, ഖറാബത്ത് കുടുംബബന്ധമാണ്. ഒരാൾ തന്റെ ഉമ്മയെ സ്നേഹിക്കാൻ, ഒരാൾ തന്റെ മകനെ സ്നേഹിക്കാൻ, ഒരാൾ തന്റെ ഉമ്മയെയും ഉപ്പപ്പയെയും തന്റെ ഉമ്മമ്മയെയും സ്നേഹിക്കാൻ അത് ഖറാബത്ത് എന്ന ബന്ധം കാരണമാണ്. ഉമ്മ വികലാംഗയാകാം, ഉമ്മ വിരൂപിയാകാം, ഉമ്മ കറുത്തവളാകാം. എന്തൊരു കാരണമുണ്ടെങ്കിലും, എന്ത് ന്യൂനതകളുണ്ടെങ്കിലും ഉമ്മയെ ഒരു വ്യക്തി സ്നേഹിച്ചിരിക്കും. ഇങ്ങനെ ഖറാബത്താണ് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാനുള്ള 2ാമത്തെ കാരണം. മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. 3ാമത്തെ കാരണം അൽ ഇഹ്സാൻ. 3ാമത്തെ കാരണം ഇഹ്സാനാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഗുണം ചെയ്താൽ, ഒരൽപ്പം പണം കൊടുത്താൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ആ വ്യക്തി മറ്റൊരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടു പോകും. 4ാമത്തേതായി കാരണം പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ, ഒരു വ്യക്തിയിൽ എന്തെങ്കിലും സവിശേഷ സിദ്ധികളുണ്ടെങ്കിൽ, എന്തെങ്കിലും സവിശേഷ ഗുണങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെട്ടു പോകും. അഥവാ ഒരാൾക്ക് നല്ല പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ, നന്നായി പ്രസംഗിക്കാൻ കഴിവുണ്ടെങ്കിൽ, നന്നായി എഴുതാൻ കഴിവുണ്ടെങ്കിൽ, ഇങ്ങനെ എന്തെങ്കിലും സവിശേഷമായ ഗുണസിദ്ധികൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിയെ മറ്റൊരു വ്യക്തി ഇഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ ഭൗതികമായി ചിന്തിച്ചാൽ 4 കാരണങ്ങളാണ് സ്നേഹത്തിന്റെ മാനദണ്ഡങ്ങളുള്ളതെങ്കിൽ, ഇങ്ങനെയുള്ള സ്നേഹത്തെ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെ 4 മാനദണ്ഡങ്ങളും ഒരുപോലെ സമഞ്ജസം സമ്മേളിച്ച ഒരേ ഒരാളുള്ളൂ, ലോകത്തുണ്ടായിട്ടുള്ളൂ. അത് ഹബീബായ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമാരായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കായിരുന്നല്ലോ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൈലത്തുൽ ബദ്റിന്റെ അന്ന് ഒരു 14ാം രാവിന്റെ അന്ന് ഞാൻ പൂർണ്ണ ചന്ദ്രനിലേക്കും ഹബീബായ നബി തങ്ങളുടെ മുഖകമലത്തിലേക്കും മാറി മാറി നോക്കിയപ്പോ എനിക്ക് ഏറ്റവും വലിയ സൗന്ദര്യമായി അനുഭവപ്പെട്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യമായിരുന്നുവെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വകാന അഹ്സനൻ നാസ് വകാന അജ്വദൻ നാസ് വകാന അസ്ജഅൻ നാസ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് മാനദണ്ഡമായി പറയുന്നത് ഖറാബത്താണ്, കുടുംബബന്ധമാണ്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിബന്ധമുള്ളത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു വ്യക്തിയുടെയും റൂഹിന്റെ പിതാവാണ്. ജസദിന്റെ പിതാവ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിൽ റൂഹിന്റെ പിതാവ് അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 3ാമത്തെ മാനദണ്ഡം ഇഹ്സാനാണെങ്കിൽ, ഒരാൾ മറ്റൊരാൾക്ക് ചെയ്യേണ്ട ഗുണമാണെങ്കിൽ ആ ഗുണമാണ് ഹബീബായ നബി തങ്ങൾ നമ്മളൊക്കെ കണ്ടത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് വേണ്ടി മരണവേളയിൽ പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞു കരഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നുകൊണ്ട് എന്റെ ഉമ്മത്തിനെ നരകത്തിൽ കിടക്കരുത് എന്ന് പ്രാർത്ഥിച്ച ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഈ 3ാമത്തെ മാനദണ്ഡം നമുക്ക് കണ്ടെത്താൻ കഴിയും. 4ാമത്തെ മാനദണ്ഡം സവിശേഷമായ ഗുണസിദ്ധികളാണ്. ആ ഗുണസിദ്ധികളുടെ പരിപൂർണമായ സ്വത്വമായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യവാൻ, ലോകത്തെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും വലിയ യുദ്ധനയതന്ത്രജ്ഞൻ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷണ ഗുണങ്ങളുടെ ഏറ്റവും വലിയ സ്വരൂപമായിരുന്നു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ സ്നേഹത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾ ഏറ്റവും സ്നേഹിക്കാൻ അർഹതപ്പെട്ടത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെയാണ് സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്